മലയാള ഡിജിറ്റൽ ഇൻഡസ്ട്രിയിലെ ദ റെവല്യൂഷണറി സ്റ്റാർ, സകല കലാവല്ലഭൻ, ദി ഓൺലി വൺ, മെഗാ വൺ, ധ്യാൻ ശ്രീനിവാസൻ. पृथ्वीराज അടുത്ത പടത്തിൽ സ്ക്രിപ്റ്റ് എഴുതി കൂടല്ലേ എന്ത് പവറാ ഡയലോഗ്. साथ में को इंट्रो करने के लिए मैं बहुत ही बड़ी इंट्रो जरूर है, लेकिन हमारे पास थोड़ा टाइम है. എന്തെന്താ അങ്ങനെ അവസാനം ഇട്ടതോടിന്റെ അടുത്ത് കഥ പറഞ്ഞു. കഥ കേട്ടത് മുള്ളു പറഞ്ഞു സിനിമ ചെയ്യേണ്ടത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പറഞ്ഞു ചെയ്തിട്ടില്ല. ഉന്നൻപനെ പോൽ ആരുമില്ല. ഈ വർഷത്തെ 14ാമത്തെ സിനിമ ആണോ? കൊല്ലം 12 മാസമല്ലായിട്ട് 11-13 മാസം. എങ്ങനെയാണ് ധ്യാനത്? ഞാൻ തന്നെ മാനേജ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്കൊരു മാനേജറോ അല്ലെങ്കിൽ ഡേറ്റ്സ് നോക്കാൻ ആരും ഇല്ല. രാജുവേട്ടനും ഇല്ല. രാജുവേട്ടൻ എൻ്റെ എത്ര പടമൊന്നും ചെയ്യുന്നില്ലല്ലോ. ആഴ്ചക്കാഴ്ചക്ക് റിലീസ് ഒന്നും ഇല്ലല്ലോ രാജുവേട്ടൻ. രാജുവേട്ടൻ അതിന്റെ ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് അങ്ങനെയല്ലല്ലോ. നടിമാരുടെയൊക്കെ മോശം വൾഗറായിട്ടുള്ള പിക്ക് മോർഫ് ചെയ്ത് നല്ല സ്റ്റോറീസ് നമ്മളിപ്പോൾ ഡീസൻസി ഉള്ള ആൾക്കാർ വായിക്കും കാണും, പക്ഷെ ആരും പോയിട്ട് കമന്റ് ഒന്നും അടിക്കാൻ നിൽക്കില്ല. ഞാനും പോയിട്ടൊരു മറുപടി കൊടുത്തു. ശരിക്കും ഈ വിജയ് പാർട്ടി തുടങ്ങിയപ്പോ ധ്യാൻ ചേട്ടൻ കേരളത്തിൽ ഒരു പാർട്ടി തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ചിലപ്പോ ഞാൻ ജയിച്ചെന്നിരിക്കും, പക്ഷെ ഈ നാടിന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരു വണ്ടർഫുൾ ആക്ടർ, ഇങ്ങനെ ഒരു ഓൾറൗണ്ടർ ഇവിടെ ഉണ്ട്, ഇത്രയും സിനിമകളൊക്കെ ചെയ്യണ്ടെന്നൊക്കെ. അവർക്ക് എന്നെ അറിയില്ലെങ്കിൽ എൻ്റെ അച്ഛനെയൊക്കെ അറിയാം, എൻ്റെ ചേട്ടനെയൊക്കെ അറിയാം. അങ്ങനെ ഒരാളുണ്ട്, ജനിച്ചിട്ടുണ്ടെന്നറിയാം. വളർന്ന് വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ശക്തിമാനിലൊക്കെ ബേസിൽ വിളിക്കോ അഭിനയിക്കാനൊക്കെ? അവൻ അതൊന്നും മര്യാദയ്ക്ക് ചെയ്താൽ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. ഇനി നോക്കോ, നീ അടുത്ത കൊല്ലം തൊട്ട് നോക്കോ, കലക്ക് ഞാൻ കോളം കൊണ്ടിട്ട് പോളി. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ ഇവിടെ കുറച്ച് അൺടോൾഡ് വിത്ത് അജിൻ, അൺടോൾഡ് സ്റ്റോറീസ് പറയുന്ന സ്ഥലം. ഓക്കെ, അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് മലയാള ഡിജിറ്റൽ ഇൻഡസ്ട്രിയിലെ ദ റെവല്യൂഷണറി സ്റ്റാർ, ഓടുന്ന സിനിമകൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് അറിയാവുന്ന, അല്ലെങ്കിൽ ഓടുന്ന സിനിമയുടെ കണ്ടന്റുകൾ അറിയാവുന്ന മെഗാവൺ, മലയാള സിനിമയിലെ ദി എണ്ണം പറഞ്ഞ സകല കലാവല്ലഭൻ, ദി ഓൺലി വൺ, മെഗാ വൺ, ധ്യാൻ ശ്രീനിവാസൻ. എനിക്ക് വേണ്ടി അടുത്ത ഏതെങ്കിലും പടത്തിന്, എനിക്കൊന്ന് രാജുവേട്ടനെ പൃഥ്വിരാജിന്റെ അടുത്ത പടത്തിന് സ്ക്രിപ്റ്റ് എഴുതി കൂടല്ലേ എന്ത് പവറാ ഡയലോഗ്. ധ്യാൻ ചേട്ടൻ വരുമ്പോ മാത്രം ഉണ്ടല്ലോ എന്റെ ഇൻട്രോയിലും മെഗാ വണ്ണൊക്കെ ആ സാധനമൊക്കെ പിടിച്ച്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കുറച്ചുകൂടെ ഇതായിരുന്നു. इस आदमी को इंट्रो करने के लिए मैं बहुत ही बड़ी इंट्रो जरूरी है, लेकिन हमारे पास थोड़ा टाइम है, इसलिए तो इंट्रो तो काम करना पड़ेगा. എന്തെന്താ ഇവിടെ ജോലി ചെയ്യണല്ലോ. ഈ ഹിന്ദി इंट्रो तो काम है, कम कम കം കർണാ പടേഗാ. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞു കാം കർണാ പടേഗാ. along with interview star Dhyan Srinivasan, we have Bhagat Manuel, Arun Shiva and Divya Pilla. So 4 പേർക്കും വെൽക്കം. താങ്ക് യു. നിങ്ങളുടെ ജീവിതത്തിൽ ധ്യാൻ ശ്രീനിവാസനെ പരിചയപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്താണ്? ഈ സമയത്ത് തന്നെ പറയണമെന്നല്ലേ? ഈ സമയത്ത് തന്നെ എന്നോട് ചോദിക്കണം. ഞാൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് കുറെ നമ്മുടെ സിദ്ദിഖ് സാറായിരുന്നു ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നത്. അങ്ങനെ ആഗ്രഹിച്ച് വളരെ കഷ്ടപ്പെട്ട് പലയിടത്തേക്കിടെയും നടന്ന് അങ്ങനെ അവസാനം ഒരു ഉറ്റത്തോഴൻ്റെ അടുത്ത് കഥ പറഞ്ഞു. ഇതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി ചെന്ന് പറഞ്ഞ കഥ കേട്ടത് മുള്ളു പറഞ്ഞു സിനിമ ചെയ്യേണ്ടത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പറഞ്ഞു ചെയ്തിട്ടില്ല. അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. അതിങ്ങനെ അതാണ് മോനെ. പിന്നെ കൈ വിട്ടിട്ടില്ല, വേറെ പഠനം കിട്ടിട്ടില്ല ആരും, അതുകൊണ്ട് കുഴപ്പമില്ല. ചേട്ടാ എന്തായാലും എന്താ പറയുക, നല്ലത് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പഴയ പാർട്ണർ, ഇത് പുതിയ പാർട്ണർ. അല്ല, അതിനുള്ള മറുപടി ഞാൻ പറയണം. കാരണം അങ്ങനെ സിനിമ, കാരണം ആ സിനിമ നടന്നേനെ അല്ലേ, നടന്നേനെ, നടക്കാതിരുന്നത് നന്നായി. അത് സത്യമില്ല. കാരണം അത് ഞാൻ സാധാരണ ആ സിനിമയിൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അഭിനയിക്കാൻ ഞാൻ പോയനെ. പക്ഷെ എനിക്ക് അത്രത്തോളം, കാരണം എന്നെ വിളിച്ചു വരുത്തി എന്തിനു അഭിപ്രായം പറയണം പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വരുത്തി. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ചെയ്യണ്ട, ഓക്കെ
അഥവാ എന്നെ വേറൊരാൾ വിളിച്ചിട്ട് ഇത് അഭിനയിക്കാൻ വിളിച്ചത് ഞാൻ തീർച്ചയായിട്ടും നല്ല പൈസ വാങ്ങിച്ച് ആ സിനിമ ചെയ്തേനെ. പക്ഷെ സുഹൃത്തായതുകൊണ്ടും അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ടും ഞാൻ തീർച്ചയായിട്ടും പറയണമല്ലോ, നമ്മളൊരു വലിയൊരു സ്റ്റെപ്പാണല്ലോ സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ. അപ്പം അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്ന സമയത്ത് എന്താണെങ്കിലും ഞാൻ മാത്രമല്ല, അല്ലല്ല, എനിക്കത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ എന്നെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. അത് ഒത്തിരി എന്നെ ലൈഫിൽ കുറെ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒത്തിരി ഉണ്ടായിരുന്നു. അല്ല, അല്ലെങ്കിൽ നടന്നു പോയിരുന്നെങ്കിൽ അതൊരു മോശം സിനിമയുടെ ഡയറക്ടറായി മാറി അങ്ങനെ അങ്ങ് പോയേനെ. ഇപ്പൊ കുറെ കാലം കൂടെ ആ പ്രതീക്ഷയിലിരിക്കുക. മൂവ്മെന്റുകൾ ലൈഫില് 2 സിനിമ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച്. ആൻഡ് എനിക്ക് തോന്നുന്നു ധ്യാൻ ഈസ് വെരി ലൈക്ക് എല്ലാവർക്കും ഈസ് വെരി ഓപ്പൺ. യു ക്യാൻ സീ എ ഗുഡ് ഫ്രണ്ട് ഇൻ ഹിം. എപ്പോൾ നമ്മൾ കണ്ടാലും ഐ ഫീൽ ലൈക്ക് നമ്മൾ എവിടെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് നിർത്തിയോ അവിടെ നിന്നാണ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നെവർ ലൈക്ക് പിന്നെ നമ്മൾ തിരക്കാണല്ലോ, എല്ലാവരും പല സ്ഥലത്തും യു നോട്ട് ഇൻ ടച്ച്. ബട്ട് I feel like നമ്മൾ എവിടെയാണോ നിർത്തിയേ there we pick up our friendship and we go forward. So it's always good and special to see him. ഇവരാണ് ജീവിതത്തിൽ, ധ്യാൻ ചേട്ടൻ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം? ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ട് പറഞ്ഞു. രണ്ടുപേരെ കാണുമ്പോൾ ചില ആൾക്കാർ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഓക്കെ, ചില ഹാപ്പി ഫേസസ് എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ ദിവ്യനെ കാണുന്ന സമയത്ത് പോലും അവൾ എത്ര വിഷമം ഉണ്ടെങ്കിൽ പോലും വിഷമം ചിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പോലും പുറത്തൊരു പ്ലാസ്റ്റിക് ചിരി അത് ഇദ്ദേഹം അതിനെ അപ്പുറത്തെ മിടുക്കനാണ്. ഇപ്പൊ ചിരിച്ചിരിക്കുന്നേ ഉള്ളൂ. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഹൈസ് ആൻഡ് ലോസ് അല്ലെങ്കിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിരുന്ന സമയമുണ്ട്. പക്ഷെ അപ്പോഴും അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ഞാൻ ഭഗത്തിനെയും കണ്ടിട്ടുണ്ട്, ദിവ്യനെയും കണ്ടിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ അത് എപ്പോഴും പുതുക്കുന്നൊന്നുമല്ല. ഇതേപോലെ വല്ലപ്പോഴും കാണുന്ന സമയത്ത് നമുക്കൊരു പുതിയൊരു സ്റ്റാർട്ട് അല്ലെങ്കിൽ റീസ്റ്റാർട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം അത് അങ്ങ് ഡിഫോൾട്ടായിട്ടുണ്ട് ആ ഒരു ബന്ധം. അപ്പോൾ കാണുമ്പോൾ ഇന്നെന്നോട് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ വന്ന ഉടനെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ ഓക്കെ അവിടെ നമ്മൾ ചർച്ച ചെയ്തു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ വീണ്ടും ഒന്ന് തുടങ്ങി എവിടെയോ എപ്പോഴോ കണ്ട പോലത്തെ ഒരു പരിചയമല്ല, അതവിടെ ഇങ്ങനെ ഉണ്ട്. അത് ചില ആൾക്കാരോട് നമുക്ക് അങ്ങനെ എന്താ പറയണ്ടേ, കുറെ കാലം കഴിഞ്ഞ് നമ്മൾ ഇയാളോട് എങ്ങനെയായിരുന്നു ഇയാളായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ അതിപ്പോ പറയുമ്പോൾ ചിലപ്പോൾ പല നെഗറ്റീവായിട്ടൊക്കെ ആൾക്കാർ എടുക്കുമായിരിക്കും. ഇവരൊക്കെ എല്ലാ ദിവസവും എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ എനിക്ക് ഇവന്മാരെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇന്നലെ കണ്ടില്ലോ എന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. ഇന്നലെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ പോകുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത്രയും പറഞ്ഞു വെക്കേണ്ട കാര്യമില്ല. ഞാൻ ചിലപ്പോൾ ഇവരോടൊക്കെ ഡെയിലി വർത്താനം പറയുന്നുണ്ടാവും അറ്റൻഡ് ചെയ്തുകൊണ്ടേ. ഉറങ്ങുമ്പോഴൊക്കെ അല്ല, ഇവരെ പറ്റി ഇത്രയും ഞാൻ പറയുന്ന സമയത്ത് ഇതേപോലെ ഉള്ളിൽ ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് എന്താ പറയണ്ടേ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ആസ് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇവരൊക്കെ പോപ്പുലർ ആക്ടേഴ്സാണ്. അവരൊക്കെ പുറത്ത് ഇവർ ക്യാരി ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഞാൻ എനിക്കൊരു വിഷമം ഉണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും എനിക്ക് ദിവ്യനെ പോലെയോ എനിക്ക് ഭഗത്തിനെ പോലെയോ എനിക്ക് ഞാൻ എൻ്റെ എവിഡൻ്റ് ആയിട്ട് എൻ്റെ മുഖത്ത് അറിയാൻ പറ്റും എനിക്ക് വിഷമമുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും. പക്ഷെ ഞാൻ അവളെ കണ്ടിട്ടുള്ള സ്ഥലത്തൊക്കെ ഞാൻ അവളെങ്ങനെ ചില സാധനങ്ങൾ സിറ്റുവേഷനൊക്കെ അവൾ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇൻഫാക്ട് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് പോലും അവളുടെ ലൈഫിലൊരു ഭയങ്കര ഒരു ഇതിൽ ലോയിൽ നിന്നിരുന്ന സമയത്താണ്. പക്ഷേ ഓൺ ലൊക്കേഷൻ അതിൻ്റെ ഒരു ടാൻഡ്രംസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂഡ് സ്വിങ്ങോ കാണിക്കാതെ അവൾ വർക്കിൽ കാണിക്കുന്ന എന്താ പറയണ്ടേ അവളുടെ പ്രൊഫഷണലിസം അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് എന്നെ സർപ്രൈസ് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ. ആസ് എ ഫ്രണ്ട് അവൾ എന്നെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പൊക്കി പറയല്ല, ബട്ട് സ്റ്റിൽ അത്തരം ആൾക്കാരെ ഹാപ്പി ഗോ ലക്കി അല്ലെങ്കിൽ ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ അവർക്കറിയാം ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഹോപ്പ് എന്നുള്ളൊരു സാധനമുണ്ട്. നാളത്തെ ഒരു ദിവസം വരുമ്പോൾ ഇതൊക്കെ ശരിയാവും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പ്രതീക്ഷ. കാരണം ഇതൊന്നും നമ്മുടെ ലൈഫിൻ്റെ നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നിനക്കും ഉണ്ടാവും, ഇപ്പോൾ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നീ എത്രയോ കാലങ്ങൾ നമ്മൾ കാണുന്നു. അപ്പം ഞാൻ പറയണേ അത്തരം വിഷമഘട്ടങ്ങളിലും അത്തരം ഇതിനകത്ത് നമ്മളൊരു ചിരിയും ഒരു മുഖത്ത് പുറത്ത് എന്തും ആയിക്കോട്ടെ ഉള്ളിൽ എന്തും ആയിക്കോട്ടെ പുറത്തൊരു ചിരിയും സന്തോഷമായിട്ട് നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ആ ചിരിയോടുകൂടി വെൽക്കം ചെയ്യാനും ചിരിച്ച് അവരോട് സംസാരിക്കാനും ഒരു വാക്ക് പറയാനും പറ്റുന്ന വലിയ കാര്യമല്ലേ.
അപ്പം അത്തരത്തിൽ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള രണ്ടാൾക്കാരാണ് ഈ പറഞ്ഞ രണ്ടാൾക്കാർ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരോട് ഭയങ്കരമായിട്ടുള്ള സൗഹൃദത്തിനപ്പുറം എനിക്കൊരു പേഴ്സണൽ ഇഷ്ടവും രണ്ടുപേരോടുണ്ട്. ഇപ്പോ ഈ വർഷത്തെ 14ാമത്തെ സിനിമ ആണോ? ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് കൊല്ലം 12 മാസമല്ലായിരുന്നു, 11ാമത്തെ മാസം. ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കരുത്, കഴിഞ്ഞ മാസമാണ് വിജയ് ദേവരകൊണ്ടൊക്കെ 12ാമത്തെ സിനിമയും അല്ലു അർജുനൊക്കെ 22ാമത്തെ സിനിമയൊക്കെ അനൗൺസ് ചെയ്യണേ. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും, അവരൊക്കെ ധ്യാൻ ചേട്ടന്റെ ഫിലിമോഗ്രഫി ഉണ്ട്, എவ்வளோ പെരിയ ആളെന്നൊക്കെ അസൂയപ്പെട്ടു. അപ്പൊ ആളുകൾ ഇങ്ങനെ ചോദിക്കില്ലേ, എങ്ങനെയാണ് ധ്യാൻ ഇതൊക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എങ്ങനെയായിരിക്കും ധ്യാൻ ചേട്ടന്റെ ഒരു ഷൂട്ട് ഇതേ അറിയാൻ വേണ്ടി ആഗ്രഹം ഉണ്ടാവില്ല പലർക്കും. ഇപ്പം ഇതിൻ്റെ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇത്രയും പടങ്ങൾ, ഇത്രയും സിനിമ ഡബ് ചെയ്യണം, ഇത് പ്രൊമോട്ട് ചെയ്യണം, ഇത് പോയി ഇരിക്കണം, ഇത്രയും പടങ്ങൾ കറക്റ്റായിട്ട് കോർഡിനേറ്റ്. കാരണം ഇത് ഒന്ന് തീർന്നില്ല, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഡേറ്റ്സ് മാറിയാലും ഒന്ന് മാറിയാൽ എല്ലാം ക്ലാഷ് ആവും. എൻ്റെ അതാ പ്രശ്നം. കാരണം എല്ലാം നെക്ക് ടു നെക്ക് പരിപാടി. ഇവിടെ 5 ദിവസം കൊടുത്തിട്ടുണ്ട്, അവിടെ 10 ദിവസം കൊടുത്ത് ഇതൊന്ന് മാറിയാൽ അടുത്ത പോകുമ്പോൾ അത് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്നോട് ചോദിക്കുന്നത് ആരാ മാനേജ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ പറയും ഞാൻ തന്നെ മാനേജ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്കൊരു മാനേജറോ അല്ലെങ്കിൽ ഡേറ്റ്സ് നോക്കാൻ ആരും ഇല്ല. കാരണം രാജുവേട്ടനും ഇല്ല. രാജുവേട്ടൻ എൻ്റെ അത്ര പടമൊന്നും ചെയ്യുന്നില്ലല്ലോ, ഒരിക്കലും ഇല്ല. അപ്പോൾ ആഴ്ചക്ക് റിലീസൊന്നും ഇല്ലല്ലോ രാജുവേട്ടന് അതിൻ്റെ ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് അങ്ങനെയല്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മളിത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോയില്ലെങ്കിൽ ഇത് ഇങ്ങനെ മറ്റേ മുങ്ങിപ്പോകുന്ന ഒരു കപ്പൽ പോലെയാ. അപ്പം ഞാൻ സമാന്തര ഇൻഡസ്ട്രി ആണല്ലോ, പാരലൽ ഇൻഡസ്ട്രി. അപ്പോൾ അത് കാരണം നമ്മളിത് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നമ്മളിത് പറയുന്നത് കൊണ്ടാണ് ചിലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അങ്ങനെ നമ്മൾ കൃത്യം കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കൊണ്ടുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് ഈ ഡേറ്റ് പോവുക, അത് തീർക്കുക, പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാരണം അല്ല, ഞാൻ കാരണം ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ അവർക്കല്ല ബുദ്ധിമുട്ട്, എനിക്കാ ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പ്രൊഫഷണലായിട്ടും, ഇൻഫാക്റ്റ് ഒരു ഡിലേ വരുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു ഡിലേ ആണെങ്കിൽ ഞാൻ തന്നെ ഇടപെട്ട്, ഞാൻ തന്നെ അത് സ്പീഡപ്പ് ചെയ്ത്, ഞാൻ തന്നെ അതിനെന്തൊക്കെ ചെയ്യണം അതൊക്കെ നമ്മൾ സഹകരിക്കും. ഒന്നും ആത്മാർത്ഥതയെന്ന് പലരും തിരിച്ചിരിക്കും. അതുകൊണ്ടല്ല, നല്ല അടുത്ത പടത്തിന് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇതൊരു ശീലമായി. ഇത് ശീലമായി. കാരണം എന്നോട് പലരും ചെയ്യുന്നത് കുറേ പൈസ ഉണ്ടാക്കിയില്ലേ, കുറേ പൈസ ഇതില്ലേ. പൈസക്കപ്പുറം ഈ പൈസ ഒന്നും അനുഭവിക്കാനുള്ള യോഗമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ എവിടെ പുറത്ത് പോകുന്നു, എവിടെ പോകുന്നു, യാത്ര ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല. കാരണം എല്ലാ ദിവസവും ഷൂട്ടിംഗ് ലൊക്കേഷൻ, എല്ലാ ദിവസവും ഷൂട്ട്. എന്നാൽ പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് എവിടെയെങ്കിലും പോവുക, അല്ലെങ്കിൽ ഇതിനോ അങ്ങനെയുള്ള ഒരു സാധനവും ഞാൻ യാത്ര ചെയ്തിട്ടില്ല, ഫാമിലി ആയിട്ട് പോയെന്നില്ല, ഇവിടെയില്ല. എല്ലാ ദിവസവും കഴിഞ്ഞ 3-4 വർഷമായിട്ട് എല്ലാ ദിവസവും ഷൂട്ട്. പക്ഷേ ഷൂട്ടില്ലാതെ 2 ദിവസം എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനല്ല, എന്തോ ഒരു റെസ്റ്റ്ലെസ്നെസ്സും ഒരു ഇതും എന്താ പറയണ്ടേ, ഇൻസെക്യൂരിറ്റിയും ഒന്നുമില്ല. പക്ഷേ അത് എല്ലാ ദിവസവും ചെയ്ത് പോകുന്ന ഒരു ജോലിക്ക് പോകുന്ന പോലെ, എല്ലാവരും നമ്മളൊരു ജോലിക്ക് ഇറങ്ങി പോകില്ലേ, ആ രീതിയിൽ ഭയങ്കര ഓഫീസ് ജോബ് പോലെയായി തുടങ്ങി. ഭയങ്കര മെക്കാനിക്കലായി. പിന്നെ എനിക്ക് നിർത്താനും പറ്റുന്നില്ല. കുറച്ച് ദിവസം വീട്ടിലിരുന്നാൽ തന്നെ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ഒരു പോയിന്റ് എത്തി. എല്ലാവരും ചോദിക്കും, അമ്മ ഉൾപ്പെടെ ഇപ്പം ചോദിക്കും, ഒരു ദിവസം ഷൂട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്ന സിനിമകളിൽ ഇതൊക്കെ നമുക്കൊക്കെ അല്ലേ, ഇപ്പം നേരത്തെ പറഞ്ഞാൽ നമുക്കൊക്കെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, എല്ലാവരുടെ ആഗ്രഹം. ഇതൊക്കെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നല്ല റൈറ്റേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്, നമ്മുടെ അടുത്ത് വരുന്നത് മാത്രമേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആസ് ആക്ടേഴ്സ് നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് ഒന്നുമില്ല. നമ്മളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയെടുത്ത് എനിക്കെന്നാലും ഉണ്ട്, പക്ഷേ എന്നാൽ പോലും നമുക്ക് വന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വരുന്നത് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ടും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സിനിമ ആയിക്കോട്ടെ, ആരോട് ഇങ്ങനൊരു കഥ പറഞ്ഞപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു റെലവൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു കഥയ്ക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചിന്ത അതാണ്. ഫസ്റ്റ് ഇനീഷ്യൽ തോട്ട് തന്നെ ഇങ്ങനൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സമകാലിക അല്ലെങ്കിൽ പ്രസക്തി ഉണ്ടെന്നുള്ള തോന്നൽ വന്നിട്ടാണ് നമ്മളിത് കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് നെക്സ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ ഷൂട്ടെത്തുന്ന സമയത്ത് ഇത് നന്നായി ഷൂട്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ 1-1.5 വർഷമായി. അപ്പോൾ ചില ഇഷ്യൂസ് വന്നു, അവനത് ഹാൻഡിൽ ചെയ്തു. അപ്പം കുറച്ച് 1.5 വർഷത്തിന് ശേഷമാണ് നമ്മളിത് റിലീസിന് ഒരുങ്ങുന്നത്. അപ്പം ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും സിനിമ വീണു പോവാം, അല്ലെങ്കിൽ സിനിമ പല സ്റ്റേജസിലൂടെ കടന്നു പോവാം. അപ്പം നമ്മൾ എല്ലാം വിചാരിക്കുന്ന പോലെ നടക്കണം എന്നില്ല. അപ്പം ഇത്തരത്തിൽ പല ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഓരോ സിനിമക്കും ഓരോ ഫേറ്റ് ഉണ്ട്. നമ്മൾ ആ രീതിയിൽ തന്നെ സക്സസിനെയും ഫെയിലിയറിനെയും നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഇതൊക്കെ തലയിൽ വരുമ്പോഴേ ഇതൊക്കെ നമ്മൾ ബാഗേജ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും വർക്ക് ചെയ്യാനും പറ്റൂല. അപ്പോൾ
നമ്മൾ ഒരു അറ്റ് എ ടൈം ഒരു സിനിമയിൽ വർക്ക് ചെയ്യുക, അടുത്ത സിനിമയിലോട്ട് പോവുക, മറ്റേതിൻ്റെ സക്സസ് ഓഫ് ഫെയിലിയർ നമ്മൾ ആസ് ആക്ടേഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. നമ്മൾ അടുത്തടുത്ത പരിപാടി ചെയ്ത് കീപ് വർക്കിംഗ് എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉണ്ട്, നമ്മൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ, നമ്മൾ ലൈവായി നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇവിടെ വർക്ക് വരുള്ളൂ. നമ്മളെ പ്രസൻസ് ഫീൽ ചെയ്യണം. ഇപ്പോൾ ദിവ്യ ഇപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് തെലുങ്കിലോ അല്ലെങ്കിൽ തമിഴിലോ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂസ് വരുമെന്ന് വെച്ചാൽ ദിവ്യ ഇവിടെ മലയാളം നോക്കുന്നില്ല, അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ദിവ്യ ഇപ്പോൾ ചെയ്യുന്നില്ല, ആ ദിവ്യ ഇപ്പോൾ ചൂസ് ചെയ്യായി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരു ടോക്ക് വരുന്നില്ല, പുള്ളിക്കാരി ഇപ്പൊ ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി ആൾക്കാർ പറഞ്ഞു തുടങ്ങും. ഭഗത്തിന്റെ ആയിക്കോട്ടെ, ഭഗത്ത് ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, പുള്ളി ഇപ്പൊ ഇവിടെയാണല്ലോ. അപ്പൊ ഇത് കാരണം അത്രമാത്രം ആക്ടേഴ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പം ഇത്രയും ആക്ടേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള അത്ര സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത്ര ആക്ടേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സിനിമയില്ല. സിനിമ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിനപ്പുറം കുറഞ്ഞു വരികയാണ്, കുറഞ്ഞു വരുന്നുണ്ട്, ലിമിറ്റഡ് ആയി. പിന്നെ ഒരു ഗ്രൂപ്പിൽ ഒതുങ്ങി ചില സിനിമകളൊക്കെ. അപ്പോൾ അത്തരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന സിനിമകൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വളരെ പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യുക. അതിൻ്റെ ഫേറ്റൊന്നും നമ്മൾ ആലോചിക്കാതെ, അല്ലെങ്കിൽ നമുക്കത് ഓഫ് കോഴ്സ് നമുക്ക് ഇഷ്ടപ്പെടണം എന്ന് ഇത് വെച്ചിട്ട് നമ്മളങ്ങ് ചെയ്തു പോകുന്നു. അത്തരത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ട്, നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ് അരുണിൻ്റെ ഈ ഒരു ഇനീഷ്യൽ ഐഡിയ ഉണ്ടായതാണല്ലോ സിനിമ, അങ്ങനെ ചെയ്തതാണ് ഐഡി. ശരിക്കും എന്താ സിനിമ ഈസ് ഓൾ അബൌട്ട്? അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ വിഷയങ്ങളാണ്. നമ്മളിപ്പം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം തുടങ്ങി നമ്മൾ ഇപ്പം പഴയതുപോലെ എന്താ പറയുക, പണ്ട് ഒരു കുളിക്കടവ് പരിപാടി ഇതൊക്കെയായിരുന്നു പണ്ട് ഇതിൻ്റെയൊക്കെ ഒരു അവസരം. പക്ഷെ ഇതൊക്കെ മാറി, ഇപ്പോൾ എല്ലാം മൊബൈൽ തുമ്പിലായി. പക്ഷെ അവിടെ നമ്മൾ മൊബൈൽ തുമ്പിലേക്ക് വന്നപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരു സംരക്ഷണം നമുക്ക് നഷ്ടപ്പെട്ടു പൂർണ്ണമായിട്ടും. കാരണം ഞാൻ ഈ പേജിൻ്റെ പുറകെ തന്നെ ഏകദേശം ഒരു വർഷത്തോളം, ആ കോവിഡ് കഴിഞ്ഞ് അവിടെ തൊട്ട് ഒരു വർഷത്തോളം ഇതിൻ്റെ അകത്ത് ഈ പേജുകൾ ഞാൻ പരമാവധി നോക്കി. ഞാൻ മറ്റൊന്നും കൊണ്ടല്ല, പേജുകൾ നോക്കിയപ്പം എനിക്കത് മനസ്സിലായത് ഒരു പെൺകുട്ടിയുടെ പേര് പറയാൻ കഴിയില്ല, പെൺകുട്ടി ഒരു പ്രശ്നം ഉണ്ടായി. നമ്മുടെ സെൻറ് തോമസ് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഒരു വിഷയത്തിൽ വന്നു, അവൾ ഭയങ്കര മാനസിക സമ്മർദ്ദമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് എന്നോട് സംസാരിച്ചു, എൻ്റെ വൈഫിൻ്റെ സുഹൃത്താണ്. അപ്പം സംസാരിച്ചു, ആ വിഷയങ്ങൾ കുറച്ച് ഭീഷണി പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫാമിലിയിലെല്ലാം വിഷയമായിപ്പോയത്. അപ്പോൾ അത് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വിഷയം. അപ്പോൾ ഈ ഒരു പേജിൻ്റെ പ്രശ്നം എന്നോട് പറഞ്ഞു. ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ പേജിനകത്ത് കയറി, അതിപ്പം എല്ലാ മേഖലയിലും ഉണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്, അവരുടെ മെയിൻ പേജുകളെല്ലാം പല ഇതിലുമുണ്ട്. അപ്പോൾ ആ പേജിൽ കയറിയപ്പോൾ കുറഞ്ഞ പക്ഷം ഞാൻ ഇപ്പോൾ ഓർക്കുന്നു 60,000-ലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു പേജിൽ. അപ്പോൾ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആർട്ടിസ്റ്റുകളെ, അതായത് നടിമാരുടെയൊക്കെ മോശം വൾഗറായിട്ടുള്ള പിക്ക് മോർഫ് ചെയ്ത് നല്ല സ്റ്റോറീസ് പരിപാടികൾ, അതാണ് അവർ ഇടുന്നത്. അഡൽട്ട് സ്റ്റോറി അറിയാം, അങ്ങനത്തെ സ്റ്റോറീസ് കാര്യങ്ങൾ. ഇതിലെല്ലാം കമൻറ്റുകളുണ്ട് കേട്ടോ. നമുക്കറിയാം, നമ്മൾ ഡീസൻസി ഉള്ള ആൾക്കാർ വായിക്കും, കാണും, പക്ഷെ ആരും പോയിട്ട് കമൻറ്റൊന്നും അടിക്കാൻ നിൽക്കില്ല. പക്ഷെ എന്നാലും ഒരു 300 വായിക്കും, കാണും, ഒരു 300-400 ഡീസന്റ് ആണ്, ഒരു 300-400 ലൈക്കും കുറഞ്ഞ പക്ഷെ ഒരു 10-200 കമൻറ്റുകളും ഉണ്ടാവും. ഈ കമൻറ്റുകളിൽ ചില കമൻറ്റുകളുടെ മറുപടിയിൽ അറിയാം വൾഗർ കമൻറ്റുകളായിരിക്കും. അതിനകത്തെല്ലാം വൾഗർ കമൻറ്റിൽ ചിലതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറുപടി കൊടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ മറുപടിയിൽ ഞാനും പോയിട്ടൊരു മറുപടി കൊടുത്തു. ശരിക്കും ഞാൻ അവർക്ക് മറുപടി കൊടുത്തത് കണ്ടുകൊണ്ടാണ് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പം അതിന് മറുപടി കിട്ടിയെന്ന് പറഞ്ഞാൽ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഞാൻ പിന്നെ അവരെ ഇൻബോക്സിൽ വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്, അല്ല ഫേസ്ബുക്ക്. അപ്പോൾ ആ പേജിൽ കൂടെ ഞാൻ ഇവിടെ ചെന്നപ്പോൾ അവരെന്നോട് കുറച്ച് ഡീലുകൾ, സംഭവങ്ങളാണ്. നമ്മൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 25 ലക്ഷം വരെ വരുന്ന കണ്ടീഷനാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ അതിനകത്ത് അവരുമായിട്ട് പോയി കണ്ടു, സംസാരിച്ചു. അവരുമായിട്ട് സംസാരിക്കാനിടയിൽ എനിക്ക് മനസ്സിലായത് കേരളത്തിൽ ഏകദേശം അവരുടെ പലയിടത്തും അവർക്ക് ഇതുപോലെ പേജുകൾ വിലയ്ക്ക് വാങ്ങിയിട്ട് പേജുകൾ ഇത് വിലയ്ക്ക് വാങ്ങണം അവർ ചെയ്യുന്നത്. അതായത് ഇത് ക്രിയേറ്റ് ചെയ്തിപ്പം ഒരു 10,000-5,000 പേരൊക്കെ ഫോളോവേഴ്സിനെ കയറ്റി. അപ്പോൾ ഫോളോവേഴ്സ് നിലനിൽക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ അതിനകത്ത് സ്റ്റോറീസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞണം. ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു 10,000 പേര് ജോയിൻ ചെയ്ത ഒരു പേജിൽ നിന്ന് അവർക്ക് സുന്ദരമായിട്ട് ഒരു 500-1000 പേരെ പൊക്കാൻ പറ്റും. തൽപരകക്ഷികളാണല്ലോ ഇതിനകത്ത് കൂടുതലും കയറുക. അപ്പോൾ അവരുടെ സാധ്യതകളെയാണ് ഇവർ ബിസിനസ് അതിൽ നഷ്ടപ്പെടുന്നത്. കുറേയധികം ഫാമിലീസിന് ബാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ കോളേജ് പെൺകുട്ടികൾ, ഇപ്പം ടൂറിനൊക്കെ പോകുന്ന പെൺകുട്ടികളുടെയൊക്കെ ഫോട്ടോസ്, അവരുടെ ഫോട്ടോസ് കിട്ടിയിട്ട് ചിലപ്പോൾ ആ കുട്ടിയുടെ പേരറിയില്ലായിരിക്കും. പക്ഷെ അവരെന്ത് ചെയ്യുന്നറിയോ, ഒരു പേരിടും. ഇപ്പം സെൻറ് തോമസ് കോളേജിൽ പഠിക്കുന്ന മിനു, ഇതൊരു സ്റ്റോറിയാണ്.
ആ കുട്ടിയുടെ ലൈഫ് അതോടെ ഇതാവും. പക്ഷെ സ്റ്റോറികൾ ഭയങ്കര ആകർഷകമായി അവർ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഭയങ്കര അതിനെ ആകർഷിക്കാൻ തുടങ്ങുന്ന രീതിയിലേക്ക് അവർ ആക്കിയെടുക്കണം. അവിടെ ഒരു വലിയൊരു ബിസിനസ് അതിനെ തുറന്നു കെട്ടുന്ന പടമാണ് ഇത് ശരിക്കും. ഇവിടെ ഒരു ഭാര്യയ്ക്കും ഹസ്ബൻഡ് ഇത് ബാധിക്കുമ്പോൾ ഭാര്യ അറിയാതെ ഹസ്ബൻഡ് ഇതിനെ കണ്ടുപിടിക്കാൻ ഇതിന് രംഗത്തേക്ക് വരുന്നതാണ്. അദ്ദേഹം എത്തിപ്പെടുന്നതും അതുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ബന്ധപ്പെടുന്ന ക്ലൈമാക്സ് ആണ് പടം. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ കൊച്ചു പടമാണ്, പക്ഷെ നല്ല രീതിയിൽ സമൂഹത്തിനോട് പറയാൻ പറ്റുന്ന കാര്യം മുഴുവൻ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ക്ലൈമാക്സ് ഉണ്ട്. ക്ലൈമാക്സ് ഭയങ്കര സസ്പെൻസ് ആണ്. നല്ലൊരു ക്ലൈമാക്സ് ഉണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, അല്ല, ഈ കഥ കേൾക്കുമ്പോ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ഒരു ഇന്റൻസിറ്റി? അതെ, ഇതിന്റെ ഒരു ഇന്റൻസിറ്റി അല്ല, ഇതൊക്കെ നമ്മൾ കേട്ടറിവും അല്ലെങ്കിൽ നമ്മള് വായിക്കുന്നതുമായിട്ട് പേപ്പറിലൊക്കെ ന്യൂസ് നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ അത്തരത്തിലൊരു കാര്യം നമ്മൾ നമുക്കും കേട്ടറിവുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഇതൊരു സിനിമയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു നമ്മളങ്ങനെ ആദ്യം ഇതൊരു എന്താ പറയണ്ട ഒരു അവയർനെസ് കൊടുക്കണം എന്നുള്ള ചിന്തയൊന്നുമല്ല. പക്ഷെ സ്റ്റിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം അരുൺ അറിയാവുന്ന ആ കുട്ടി, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി അറിയാവുന്ന 1-2 പേരൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ അന്നൊക്കെ MMS ക്ലിപ്പും ഇതൊക്കെ വന്നിരുന്ന കാലത്തൊക്കെ ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ കല്യാണം മുടക്കാനൊക്കെ ഇതേപോലത്തെ പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. ഏത് അല്ല, ഞാൻ പറഞ്ഞ ചില പഴയ ടോക്സിക് ആയിട്ടുള്ള ചില കാമുകന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, എക്സ് ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഇതേപോലെ നാട്ടിൽ ചെറിയ ചെറിയ ഇതുപോലത്തെ പരിപാടിയൊക്കെ കല്യാണത്തിന് 2 ദിവസം മുന്നേ ഇതുപോലത്തെ ക്ലിപ്പൊക്കെ ലീക്ക് ചെയ്ത് കളയും. ഓക്കെ, എന്നുവെച്ചാൽ ഒറിജിനൽ ക്ലിപ്പ് പോലും ആയിരിക്കില്ല, ആ കുട്ടിയുടെ സാമ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം മുടക്കാൻ 2 ദിവസം 3 ദിവസം മുന്നേ കറക്റ്റ് ആ സമയം ആകുമ്പോഴേക്കും ഇങ്ങനത്തെ ഒരു സാധനം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഫോട്ടോയോ ആ കുട്ടിയെ ആയിരിക്കില്ല. അപ്പം ഇത്തരത്തിലുള്ള പണി കൊടുക്കുന്ന പരിപാടികളൊക്കെ പൊതുവെ, പിന്നെ ഇതുപോലെ തന്നെ ചെറിയ പ്രതികാര ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ ഒരു നടിയോടോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോടോ തീരെ വെച്ചാൽ ചിലപ്പം അവളെ പുറകെ കുറേ കാലം നടന്നിട്ടുണ്ടാവും, ഒന്നും നടന്നിട്ടുണ്ടാവില്ല. അപ്പം പിന്നെ അവളോട് എന്തെങ്കിലും ഒരു വിദ്വേഷം വന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇൻസ്റ്റയെന്നൊക്കെ എടുത്തിട്ട് പിന്നെ അവൻ്റെ സങ്കല്പത്തിൽ അതിനെ ഒന്ന് ചെയ്ത് ഒന്ന് ഫോട്ടോഷോപ്പൊക്കെ ചെയ്ത് ഇതുപോലത്തെ ഗ്രൂപ്പുകളിൽ കൊണ്ടിട്ട് അതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ പലരുടെയും കഥ കേട്ടിട്ടുണ്ട്, പല ആൾക്കാരുടെയും. അപ്പോൾ അരുൺ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഞാനും ഇതുപോലത്തെ ഇത്തരത്തിലുള്ള ഒരുപാട് നമ്മുടെ നാട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ഇതിലൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള നമുക്കറിയാവുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഇത് ഏതെങ്കിലും രീതിയിൽ, അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പോയിന്റിൽ ദിവ്യക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് വൈഫിനെ അറിയിക്കാതെ, നേരത്തെ പറഞ്ഞ പോലെ അത് വേണമെങ്കിൽ ഒരു സൈബറിൽ പോയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് അതിനൊരു കേസ് പോലെ ആക്കാം. പക്ഷേ അത്തരത്തിൽ ഒന്നും പോവാതെ ഇത് സ്വയം പുള്ളി അത് ഏറ്റെടുത്ത് കാരണം അങ്ങനെ പോകുന്ന സമയത്ത് ഭാര്യ ഇത് ഷെയർ ചെയ്യുന്നില്ല. അപ്പം ഭാര്യ അറിയാതെ തന്നെ അങ്ങനെ ഒരു സംഭവം പുള്ളി ഇത് ടാക്കിൾ ചെയ്തിട്ട് പുള്ളി അതിനെ ക്രാക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ആരാ എന്നുള്ളത് ക്രാക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ സിനിമയുടെ ഒരു ഇത്. പക്ഷേ അതിന് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ്. കാരണം ഇത് പെട്ടെന്ന് ഇവരിലോട്ടൊന്നും നമുക്ക്, കാരണം ഇത് ഏതോ സ്ഥലത്തു നിന്ന് ഏത് നാട്ടിൽ നിന്ന് വേണമെങ്കിൽ നിനക്കിത് അപ്ലോഡ് ചെയ്യാം. കാരണം ഇത് ഇവിടെ നിന്ന് തന്നെ ഈ മെമ്പർ ചിലപ്പോൾ അമേരിക്കയിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവണമെന്നല്ലേ, കേരളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവരുടെ ഐഡൻറ്റിറ്റി ഒന്നും റിയൽ അല്ല, എല്ലാം ഫേക്ക് IDs ആണ്. അപ്പം ഇതൊരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു കോമണർ ഇത് എങ്ങനെ പോയിട്ട് കണ്ടുപിടിക്കും? അല്ലെങ്കിൽ അവന് വലിയ റിസോഴ്സസോ ഒന്നും ഇല്ലാത്ത ഒരാൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ട് ഭാര്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്യണമെന്ന് വെച്ചിട്ട് അതിൻ്റെ പുറകെ പോകുന്ന ആ ഒരു എലമെൻ്റ്, അല്ലെങ്കിൽ അത് ഇപ്പം നമ്മൾ തിര ചെയ്യുന്ന സമയത്തും സെക്സ് ട്രാഫിക്കിങ്ങും ഇതൊക്കെയാണ്. അപ്പം ഞാൻ ചേട്ടൻ്റെ റോളായത്, ചേട്ടൻ പെങ്ങളെ കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം അവളെ അന്വേഷിച്ച് പോകുന്നതും അല്ലെങ്കിൽ അവളെ ഇത് ചെയ്യുന്നതാണ് ആ സിനിമയുടെ അകത്തുക. അതുപോലെ ഒരു സസ്പെൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഇത് ആരാണെന്ന് എന്ന രീതിയിൽ നെക്സ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അടുത്ത ഇത് എങ്ങനെയൊക്കെ ആയിരിക്കും, ഇയാൾ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടായിരിക്കും ഇത് കണ്ടെത്തുക എന്നുള്ളത്, ലാസ്റ്റ് അയാളിലെത്തുന്നതും നേരത്തെ പറഞ്ഞ പോലെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു എലമെൻ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഇയാളുടെ ഒരു റിവഞ്ച് കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. തിരിച്ചയാൾ അതേ നാണയത്തിൽ പണി കൊടുക്കുന്ന പോലൊരു, കാരണം ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിന് റിയാക്ട് ചെയ്യണം, എന്തായാലും റിയാക്ട് ചെയ്യും. അപ്പം അതിൻ്റെ ഒരു പേ ബാക്കും കൂടെയാണ് ഈ സിനിമ. ഈ ശരിക്കും പറഞ്ഞല്ലോ, ഭഗത്തേട്ടൻ്റെ ലൈഫിലെ എല്ലാ നിർണായക പോയിന്റുകളിലും വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസന് കോമ്പിനേഷൻ ഉണ്ടല്ലോ. മലർവാടി തൊട്ട് ഇങ്ങ് വരികയാണെങ്കിൽ ഈ ഫസ്റ്റ് ധ്യാൻ ചേട്ടനെ മലർവാടിയുടെ സമയത്ത് പരിചയം ഉണ്ടായിരുന്നു? അപ്പോൾ ഇല്ല, സമയത്ത് പരിചയമില്ല. തട്ടം ചെയ്യുന്ന സമയത്ത്
തട്ടഞ്ഞ സമയത്ത് അറിയാം. സമയത്തായിരിക്കും നമ്മള് കാണുന്നത്. ഞാൻ വേറൊരു കാര്യം, ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാനൊരു സ്വപ്നം കണ്ടാട്ടോ, ഒരു വലിയൊരു ഓഡിയോ ലോഞ്ച് ചെന്നൈയിലൊക്കെ വെച്ച് അടക്കാം. അപ്പൊ ധ്യാൻ ചേട്ടൻ ഇങ്ങനെ ഒരു ധനുഷിനൊക്കെ പോലെ എൻട്രി കൊടുക്കുക, സ്പീച്ചിന് വേണ്ടിയിട്ട് ധ്യാൻ ചേട്ടന്റെ വെയിറ്റ് ചെയ്യലായിരുന്നു. സത്യമായിട്ട് ഞാൻ കണ്ടൊരു സ്വപ്നം. നീ എത്രത്തോളം ഇതിനകത്ത് വിശ്വസിക്കാം? ഞാൻ ആരാധകരുടെ ഒരു മറ്റേ അനുമാനങ്ങളാട്ടോ അതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാ. ഈ വിജയ് പാർട്ടി തുടങ്ങിയപ്പോ ധ്യാൻ ചേട്ടൻ കേരളത്തിൽ ഒരു പാർട്ടി തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു അങ്ങനെ ചിന്തിച്ചോ? അങ്ങനെയൊക്കെ അല്ല ശരിക്കും അങ്ങനെയൊക്കെ. കാരണം വളരെ സത്യസന്ധനായിട്ടുള്ള ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ഒരാള് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഇമ്പാക്ട് എന്നുള്ളത്. ചിലപ്പോ ഞാൻ ജയിച്ചെന്നിരിക്കും, പക്ഷെ ഈ നാടിന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. ഒന്ന് അവിടുത്തെ സിനിമയും രാഷ്ട്രീയവും ഒന്നും ഭയങ്കര കണക്റ്റഡാണ്. ഒന്ന് തമിഴ്നാട്ടില്, കാരണം കരുണാനിധി ആയിക്കോട്ടെ, ഇപ്പൊ അണ്ണാദുരൈയുടെ കാലം തൊട്ട്, അണ്ണാദുരൈ കഴിഞ്ഞ് കരുണാനിധി ആയിക്കോട്ടെ, കരുണാനിധി MGR, ഓക്കെ, കാരണം MGRും കരുണാനിധിയും അടുത്ത അതാണ് ഇരുവർ എന്ന സിനിമ. അപ്പം ഇവര് രണ്ടുപേരും സിനിമക്ക് വേണ്ടി എഴുതിയിരുന്ന ആളാണ് കരുണാനിധി. അപ്പം ഇവരുടെ സൗഹൃദം, ഇവർ ഒരുമിച്ച്, കരുണാനിധി ആണ് MGRനെ രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഇവരുടെ പൊളിറ്റിക്സും സിനിമയും ഭയങ്കര ഇന്റർ കണക്റ്റഡാണ്. അങ്ങനെ ADMK എന്ന് പറഞ്ഞ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞ പാർട്ടി, ഇവർ തമ്മിലുള്ള സ്പ്ലിറ്റിന് ശേഷം MGR തുടങ്ങുന്നു. MGR എക്കാലത്തെയും മികച്ച, കാരണം ജനപ്രിയനായ നായകൻ അതിൽ നിന്ന് എക്കാലത്തെയും മികച്ച CM ആയി മാറുന്നു. അവിടുന്ന് ജയലളിത MGRന്റെ മരണശേഷം ടേക്ക് ഓവർ ചെയ്യുന്നു. ജയലളിത അവിടുത്തെ സൂപ്പർ സ്റ്റാർ, ഇതേപോലെ വലിയൊരു നടിയായിരുന്നു. അപ്പം എത്രയോ കാലങ്ങളായിട്ടുള്ള പാരമ്പര്യമുണ്ട്. അവരുടെ രാഷ്ട്രീയവും സിനിമയും തമ്മിൽ അത്രമാത്രം കണക്റ്റഡാണ്. അപ്പം എന്നും ആ കരുണാനിധിയുടെ മകനാണ് സ്റ്റാലിൻ്റെ മകനാണ് ഇപ്പം CM ആയിട്ടുള്ള ഉദയനിധി. അപ്പം ഇവരൊക്കെ സിനിമയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം സിനിമയും രാഷ്ട്രീയവും തമിഴ് മക്കൾക്ക് അവർക്ക് ഏകദേശം ഒന്നാണ്. കാരണം അവർ പുള്ളി ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ MGR പുള്ളി തരുന്ന എല്ലാ പറഞ്ഞ വോട്ടേഴ്സ് എല്ലാം സിനിമയിലൂടെ അയാൾ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ സിനിമക്കകത്തുനിന്ന് അയാൾ ഉണ്ടാക്കിയെടുത്ത ആരാധനയാണ് ഇതൊക്കെ ഇതിൽ വന്നപ്പോൾ റിഫ്ലക്റ്റ് ആയത്. സോ ഇപ്പം എത്രയോ കാലങ്ങളായിട്ട് ADMK വന്ന് ജയലളിതയുടെ മരണശേഷം അവിടെ അവർക്കൊരു ഫേസ് ഇല്ല ബേസിക്കലി. ADMK ആഫ്റ്റർ ജയലളിത ഒരാളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും DMK ടേക്ക് ഓവർ ചെയ്യുന്നു, DMK സ്റ്റാലിൻ CM ആവുന്നു. അപ്പം ഇനി ഒരു ഒപ്പോസിഷൻ, കാരണം പിന്നെ ഉണ്ടായിരുന്നത് ഒരു കാലം വരെ ജയലളിത ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒപ്പോസിഷൻ ഉണ്ടായിരുന്നത് വിജയകാന്ത് ആയിരുന്നു. ഓക്കെ, വിജയകാന്ത് ഒരു പീരീഡിൽ, കാരണം വിജയകാന്തിന് ഭയങ്കര ജനകീയനായിരുന്നു ആ സമയത്തും. എനിക്ക് ഇപ്പോഴും അവസാനം വരെ പുള്ളി ആ സമയത്ത് പുള്ളി ജയിക്കും എന്ന് വരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പം സ്വാഭാവികമായിട്ടും വിജയ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതുപോലെ ഒരാൾ വരുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഇത്രയും മാസ് ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ പ്രത്യേകിച്ച് അവിടുത്തെ മക്കൾ, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ ഒരു ചേഞ്ച്. കാരണം എപ്പോഴും ഈ ചേഞ്ച് ഇന്നവിറ്റബിൾ എന്ന് പറഞ്ഞ പോലെ എല്ലാ കാലത്തും മാറ്റങ്ങൾ സംഭവിക്കണമല്ലോ. കാരണം ഫ്രം കരുണാനിധി ടു MGR എന്ന് പറഞ്ഞ പോലെ, ഫ്രം ഇപ്പോഴത്തെ DMK കഴിഞ്ഞ് ഇപ്പം, കാരണം അവിടെ രാഷ്ട്രീയത്തിൽ ട്രൈ ചെയ്ത കുറേ പേരുണ്ട്. ഇപ്പോൾ കമൽഹാസൻ ഉൾപ്പെടെ, രജനി സാർ ഉൾപ്പെടെ, ഇവരൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ അവർക്കൊന്നും അതിനെ കൃത്യമായിട്ട് ഇത് ചെയ്യാനോ, അല്ലെങ്കിൽ ആ സമയത്തൊന്നും ഇതിനെ ചാനലൈസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ വിജയ് വന്നപ്പോൾ, കാരണം വിജയ് കരിയർ, പുള്ളി അത് പറഞ്ഞ സ്പീച്ചിനകത്തും കരിയറിന് ഉച്ചത്തെ വിട്ടതാന്നെല്ലാം പറഞ്ഞ ആ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് പുള്ളി അതൊക്കെ വിട്ടിട്ട് ഇതിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇതിനകത്തൊരു കാരണം ഇതിനകത്തും പദവി അധികാരത്തിനൊപ്പം നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം ആൾക്കാരോടുള്ള, കാരണം ഇതൊരു സർവീസും കൂടെയാണല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു സ്നേഹം, കാരണം പുള്ളി പറഞ്ഞ പുള്ളിക്ക് ഇത്രയും കാലം കിട്ടിയിട്ടുള്ള സ്നേഹം പുള്ളി തിരിച്ച്, അല്ലെങ്കിൽ പുള്ളിക്ക് ജനങ്ങൾ തന്നിട്ടുള്ള സ്നേഹമാണ് പുള്ളി റിട്ടേൺ ആയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വന്ന് കരിയറും വിട്ട് ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ അത് വലിയൊരു തീരുമാനത്തിൻ്റെ ഇതായിരിക്കണം. കാരണം അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു വിജയ്ക്ക് ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതും, അതോടൊപ്പം തന്നെ അതിൻ്റെ തെളിവാണ് ആ വന്ന മാനാട്, ഇതും സമ്മേളനവും ഇതൊക്കെ. അപ്പം എന്താണെങ്കിലും, കാരണം എത്രയോ കാലങ്ങളായിട്ട് മൊണോപോളി പോലെ ADMK നിൽക്കുന്ന സ്ഥലത്ത് ഒരു മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞാൽ
എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. കാരണം അങ്ങനെ മൂന്നാമതൊരാൾ വരുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം, ആൻഡ് അയാളുടെ ഏജ്, കാരണം പ്രായം, അല്ലെങ്കിൽ അദ്ദേഹം ഈസ് ജസ്റ്റ് 50. അപ്പം ഇനിയൊരു ഫ്യൂച്ചർ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, കാരണം ഭയങ്കര ഒരു വിഷനോട് കൂടി വന്ന ആളായിരിക്കും, ഒരു പ്ലാനോട് കൂടി വന്ന ആളെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വിജയുടെ. കാരണം സിനിമയിൽ കണ്ട വിജയല്ല അന്ന് ആ പ്രസംഗം നടത്തിയപ്പോഴും, അല്ലെങ്കിൽ ഞാൻ അജിത് ഫാനാണ് എന്തൊക്കെ പറഞ്ഞാലും, പക്ഷെ എന്നാലും പോലും ഞാൻ പറയുമ്പോൾ ആ സ്പീച്ചും ആ പരിപാടിയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ അദ്ദേഹം ഇതിൻ്റെ പുറകിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു പ്ലാനിങ്, എത്രയോ വർഷത്തെ ഒരു പ്ലാനിനോട് ആയിരിക്കും ഇങ്ങനൊരു തീരുമാനം, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ കരിയറിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഇത് വിട്ടിട്ട് പുള്ളി ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം പുള്ളിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പുള്ളിക്ക് സിനിമയും ചെയ്ത് വീട്ടിൽ പൈസ കൊണ്ട് സെറ്റിൽഡായിട്ട് റിട്ടയർമെൻറ്റിൻ്റെ കാലത്ത് ഇങ്ങനെ നിൽക്കാൻ വേണമെങ്കിൽ ഇനി കുറച്ച് കാലം കുറച്ച് സിനിമകളും ചെയ്തിട്ട് പുള്ളിക്ക് ഹാപ്പിലി ജീവിക്കാൻ പറ്റുന്ന സ്ഥലത്ത് പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അത് വലിയൊരു തീരുമാനം, അത്തരത്തിലുള്ള വലിയൊരു തീരുമാനം എടുക്കാനുള്ള മനസ്സോ ഒരിതോ ഒന്നും നമുക്കില്ല. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ സിനിമയും ഇതും പൊളിറ്റിക്സും തമ്മിൽ പ്രൊവൈഡഡ് നമുക്ക് കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്, ഇപ്പം മുകേഷ് അങ്കിൾ ഉണ്ട്, ഗണേശേട്ടനുണ്ട്, ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോലും കാരണം അവർക്കൊക്കെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഫാമിലിയിലൊക്കെ. അല്ലാതെ സിനിമാക്കാർ വന്നിട്ട് സിനിമയും ഇതും ഭയങ്കര കണക്റ്റഡ് ഒന്നുമല്ല, ഇൻ്റർ കണക്റ്റഡ് ഒന്നുമല്ല നമ്മുടെ ഇത് സംബന്ധിച്ച്. അവരുടെ കാര്യത്തിൽ അതല്ല. അവർക്ക് വിജയനെ പോലത്തെ ഒരാൾ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഏതെങ്കിലും രീതിയിലൊരു ഇമ്പാക്റ്റ് ആ രീതിയിലുണ്ട്. അപ്പം നമ്മളെ പോലത്തെ ആൾക്കാരെല്ലാം നമ്മളൊന്നും സിനിമയിൽ വന്ന് രാഷ്ട്രീയത്തിലോട്ട് വന്നുകൊണ്ട് ഇവിടെ ഒന്നും വിലപ്പ് പോകില്ല. സുഹൃത്തുക്കളൊക്കെ ഷാപ്പറമ്പിലൊക്കെ പറയുന്നത് നല്ലൊരു സുഹൃത്താണ്. അവരായിട്ടൊക്കെയുള്ള കമ്പനിക്ക് എങ്ങനെ? ഷാഫി ഡെഫിനറ്റ്ലി നല്ല സുഹൃത്താണ്. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പാർട്ടിയിലും സുഹൃത്തുക്കളുണ്ട്, അങ്ങനെ നമ്മൾ ഇപ്പം അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഷാഫി ഞാൻ പാലക്കാട് പ്രോഗ്രാമിന് പോയിരുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് വിളിച്ചപ്പോൾ അങ്ങനെ എപ്പോഴും ഇടക്കിടക്ക് സംസാരിക്കുന്നതാണ്. അപ്പം അത്തരത്തിൽ എന്താ പറയണ്ടേ, നമുക്കിഷ്ടമുള്ള കുറേ ലീഡേഴ്സ്മാരുണ്ടല്ലോ, പേഴ്സണലി നമുക്കിഷ്ടമുള്ള കുറച്ച് ആൾക്കാരിലൊരാളാണ് ഷാഫിയൊക്കെ. ആ രീതിയിൽ നമുക്ക് എന്താ പറയണ്ടേ, ഫ്യൂച്ചർ നമ്മൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഫ്യൂച്ചർ നോക്കുന്ന സമയത്ത് ഇനിയൊരു ടേമിലൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ മന്ത്രിമാരായിട്ടും അല്ലെങ്കിൽ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് സെറ്റ് ഓഫ് യങ്സ്റ്റേഴ്സ് വരുമ്പോൾ ഇവരെയൊക്കെ ഒരു വലിയൊരു പൊസിഷനിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന, ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഷാഫിയും ഈ പറഞ്ഞ നെക്സ്റ്റ് ജനറേഷനിലുള്ള കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ ലീഡേഴ്സ്. ഈ തെലുങ്കിൽ ഇപ്പോൾ വരാൻ പോണ സിനിമയൊക്കെ ഏതാ? ഇനിയിപ്പോൾ അടുത്ത തണ്ടിയിൽ എന്ന് പറഞ്ഞ സിനിമ, അത് സായ് പല്ലവി നാഗചൈതന്യ, അതിനകത്തൊരു കടലിലൊക്കെയുള്ള എന്തോ കടലിലൊക്കെയുള്ള അതന്നെ അത്. പിന്നെ വേറൊരു ഫിലിം എന്ന് വെച്ചാൽ ബല്ലകൊണ്ട സായി ശ്രീനിവാസിൻ്റെ ഒരു ഫിലിം, അത് തമിഴ് ഗരുഡൻ്റെ റീമേക്കാണ്. അപ്പോൾ അതിൻ്റെ ശിവദ ചെയ്ത ക്യാരക്ടറാണ്. ഞാൻ ശിവദ അടുത്ത് പറഞ്ഞു എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് ഈ ക്യാരക്ടർ. ശിവദ അടിപൊളിയായിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തത്. സോ ഐ വാസ് എനിക്ക് ഭയങ്കര ഒത്തിരി സന്തോഷമായി. എനിക്ക് ആ ക്യാരക്ടർ അവർ ഇപ്പോൾ മംഗൾവാരം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു എസെൻസ് ഉള്ള ഒരു ഫെമിനിൻ പവറുള്ള ഒരു ക്യാരക്ടർ. എനിക്കത് ആ സിനിമ കാണുമ്പോൾ തന്നെ എനിക്കത് തോന്നി. അപ്പോൾ അതെനിക്ക് ദാറ്റ്സ് മൈ നെക്സ്റ്റ്. പിന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ സീരീസ് ഒറിജിനൽസ്, നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽസ്, സന്ദീപ് കിഷൻ്റെ ഒരു സീരീസാണ്. അതിലും ഐ എം ഡൂയിങ് എ ക്യാരക്ടർ ഇൻ ദാറ്റ്. സോ അങ്ങനെ തമിഴ് ഓഫർ ഒന്നും വന്നില്ല? വന്നു കുറച്ച് 2-3 വന്നു. അതിലിങ്ങനെ ഞാനിങ്ങനെ ഇവിടുത്തെ കുറച്ച് പരിപാടികളും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ സംസാരം മാത്രമേ ഉള്ളൂ, സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അവർക്കറിയാം ഇങ്ങനെ ഒരു വണ്ടർഫുൾ ആക്ടർ, ഇങ്ങനെ ഒരു ഓൾറൗണ്ടർ ഇവിടെ ഉണ്ട്, ഇത്ര സിനിമകളൊക്കെ ചെയ്യണമെന്നൊക്കെ. അവർക്ക് എന്നെ അറിയില്ലെങ്കിൽ എൻ്റെ അച്ഛനെയൊക്കെ അറിയാം, എൻ്റെ ചേട്ടനെയൊക്കെ അറിയാം. അങ്ങനെ ഒരാളുണ്ട്, ജനിച്ചിട്ടുണ്ടെന്നറിയാം, വളർന്ന് വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഞാൻ പോവും അവിടെ അങ്ങോട്ടേക്ക്. ശക്തിമാനൊക്കെ ബേസിൽ വിളിക്കോ അഭിനയിക്കാനൊക്കെ? ആര്? അവനതൊന്നും മര്യാദയ്ക്ക് ചെയ്താൽ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. വേറെ സൂപ്പർ ഹീറോ പടം കൂടെ വന്നു. അവനെന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോയി ചെയ്തു കൊടുക്കും. എന്തെങ്കിലും ഡയറക്ഷണൽ ഡൗട്ട്സ് അത് ഞാൻ എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ പണ്ട് സിംബു ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു സെറ്റിലേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാം ഇതിങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പോണേ, ഇതിങ്ങനെ ശരിയല്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സജഷൻസ് പറയും, അത് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ ധ്യാൻ ചേട്ടൻ സജഷൻസ് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്? എങ്ങനെ?
അത് നമ്മൾ പറയുന്ന രീതിയും നമ്മൾ പറയുന്ന സാഹചര്യം, പിന്നെ നമ്മൾ ഡയറക്ടർ വെൽക്കമിങ് ആണോ എന്നുള്ള ഇതൊക്കെ അനുസരിച്ചിരിക്കും നമ്മളവിടെ എന്തെവിടെ പറയണം എന്നുള്ളതും കൂടെ അല്ലേ, എന്തെവിടെ ചോദിക്കണം അല്ലേ, അതുപോലെ ഇരിക്കും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ പറയും, ചില സ്ഥലങ്ങളിൽ നമ്മളെ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ചിലത് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ അവരുടെ സിനിമയാകുമ്പോൾ അവർക്ക് ചിലർ തീരെ ഓപ്പൺ ടു ഡിസ്കഷൻ ആയിരിക്കില്ല. ചിലർ നമ്മളിപ്പോൾ അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഫസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓൺ സെറ്റ് നമ്മൾ ഷൂട്ടിൽ പോകുമ്പോൾ തന്നെ ചിലപ്പോൾ കഥ പറഞ്ഞ ഡയറക്ടർ പോലെ സ്വഭാവമായിരിക്കില്ല സെറ്റിൽ വത്തിക്കഴിയുമ്പോൾ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ആ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പാലിക്കേണ്ട അകലം പാലിച്ച് നമ്മുടെ ജോലി ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് പൊതുവേ ഞാൻ ചെയ്യുന്നത്. അഥവാ ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ അരുൺ നമ്മളോട് ഭയങ്കര സുഹൃത്തിനെ പോലെയും അല്ലെങ്കിൽ നമ്മളെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അരുണിനോട് നമുക്ക് ആ സെറ്റിലൊക്കെ ഉണ്ട്. അത് എല്ലാ സെറ്റിലും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള സെറ്റിൽ അങ്ങനെയുള്ള സെറ്റുകൾ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, തിരിച്ചു വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിയും ഈ കൊല്ലം ഇത് നവംബറാണ്, നമുക്ക് പകുതിയാണ്. അപ്പോൾ ഇനിയും കുറച്ച് 1.5 മാസം കൂടി ഉണ്ട്. അപ്പൊ ഈ 14 എന്നുള്ളത് 20, 25 ആവട്ടെ. ഒരു മാസത്തില 5 ആഴ്ച 4 ആഴ്ച 5 ആഴ്ച ഉണ്ട്. ആഴ്ച 2 വെച്ച് വെക്കണം അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിനുള്ള എല്ലാവിധ ഭാഗ്യം ഉണ്ടാവട്ടെ. ഇതായിട്ട് ഇങ്ങനെ ഓണായിട്ട് എല്ലാ ഭയങ്കര ആക്ടിവിറ്റി ഇരിക്കണത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇനി നോക്കോ, നീ അടുത്ത പോലെ തൊട്ട് നോക്കിക്കോ, കലക്ക് ഞാൻ കോളം കൊണ്ടിട്ട് പോളി. ഫാന്റാസ്റ്റിക്കിന്റെ ഡയറക്ഷൻ അല്ല, ഞാൻ പുതിയ കമ്പനി തുടങ്ങിയാലോന്ന് വിചാരിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അത് ഓൺലൈനായിട്ട് എന്റെ പേര് തപ്പി അടിപൊളിയായിരിക്കും. ഒരു ക്വിസ് വഴിയിട്ട് പ്രൊഡക്ഷൻ കമ്പനിക്ക് പേരിടുക. അതുപോലെ അല്ലേ, ഫ്രൈഡേ ഫിലിംസ് ഓൾറെഡി ഉണ്ടല്ലോ. അല്ല, എല്ലാ ഫ്രൈഡേ ഫിലിംസ് ഉണ്ടല്ലോ, എല്ലാ ഫ്രൈഡേയും ഫിലിംസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോ ധ്യാൻ ചേട്ടൻ ഫുൾ ആക്റ്റീവ് ആയിരിക്കുക, ഞങ്ങൾക്കൊക്കെ രസമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡിജിറ്റൽ ഇൻഡസ്ട്രിയിലെ റവല്യൂഷണറി സ്റ്റാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു.